എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാമോ? യെസ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്. നമ്മൾ പല ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ്. പോരാട്ടമുണ്ട്, ഇന്ന് നമ്മൾ ജയമെടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് വളരെ അങ്ങനെ നമ്മൾ കേൾക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു വേദഭാഗം, അല്ലേ? ആത്മീക പോരാട്ടം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇന്ന് വളരെ സാവധാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് നാം എന്താണ് ശരിക്കും ആത്മീക പോരാട്ടം എന്ന് പറയുമ്പോൾ നാം എന്തിനാണ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നാം ഒന്നുകൂടെ പഠിച്ച് ക്രിസ്ത്യാനിറ്റി 101 ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. ഇന്ന് രാവിലെ ദേവദാസൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു, യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. അതിനെ നാം സ്വായത്തമാക്കുന്നത് എപ്പോഴാണ്? When we accept Christ as our personal savior, we are coming into that blood of Christ. ദൈവം പറഞ്ഞ കാര്യമല്ലേ? സോ സാൽവേഷൻ, യേശു രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ തൊട്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആത്മീയ യുദ്ധത്തിന് വേണ്ടിയുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ആ ആത്മീയ യുദ്ധത്തിലേക്ക് കടന്നു വരുമെന്ന് തക്കോണം ഇടയായിത്തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിനു മുമ്പ് ആത്മീക യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദഭാഗത്തിലേക്ക് വരാം. അതിനു മുമ്പ് ആത്മീക യുദ്ധത്തിലേക്ക് വരികയല്ല. പക്ഷെ വെൻ യു അക്സെപ്റ്റ് ക്രൈസ്റ്റ് ആസ് യുവർ പേഴ്സണൽ സേവിയർ, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേർഡ്സ് you are into a different kingdom and you have to fight against the devil and darkness once you were under that kingdom. നാം പഴയതായിരുന്ന ആ ഒരു കിങ്ഡത്തിൽ നിന്ന് പുറത്തു വന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, നാട്ടിലെ സിനാരിയോ പറയാം. എതിർ ടീമിലേക്ക് നമ്മൾ പോയി, എതിർ കൂട്ടത്തിലുള്ള ഒരു കമ്പനിയിലേക്ക് പോയി. അപ്പോൾ ഇപ്പുറത്തു നിന്നുള്ള പാരകൾ എപ്പോഴും നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാം എന്നാണോ യേശുവിനെ ധരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവത്തെ ധരിക്കുന്നത്, അന്നു മുതൽ നാം പിശാചിൻ്റെ എതിരാളിയായിട്ട് മാറുകയാണ്. അവിടെ മുതൽ ഓരോ ദിവസത്തിലും നാം ഈ ആത്മീക പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. 13 വയസ്സിലല്ല പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്, 17ാമത്തെ വയസ്സിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. The moment you accept Christ as your personal savior, from that moment onwards you are stepping into a different realm of spiritual വാർഫെയർ. നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഏതിനെയും പോരാട്ടം എന്ന് വിളിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. 2 രീതിയിലാണ് ഈ ആത്മീയ പോരാട്ടത്തെ കാണുന്നത്. ഒന്ന്, അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദി സ്പിരിച്വൽ വാർഫെയർ. ഇറ്റ് മീൻസ് പോരാട്ടം ഒന്നും ഇല്ല, ഇതൊക്കെ വെറുതെ ഉടായിപ്പ, ഫെയറി ടെയില എന്ന് പറയുന്ന ഒരു ചിന്താഗതി. മറ്റേ ചിന്താഗതി എന്ന് പറയുന്നത് ഓവർ എസ്റ്റിമേറ്റിംഗ് ദി സ്പിരിച്വൽ വാർഫെയർ. എന്ത് സംഭവിച്ചാലും എന്തുവാ? പോരാട്ടമാണ്. ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാലും, നമ്മുടെ നാട്ടിൽ ഇവിടെ പൂച്ച കുറുകെ ചാടത്തില്ലല്ലോ, ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞാൽ അത് പോരാട്ടം. അന്നേരം പിന്നെ നമ്മൾ പോകാൻ വെച്ചിരുന്ന വഴിയിൽ നിന്ന് തിരിച്ചു കയറിപ്പോയിട്ട് പ്രാർത്ഥിക്കും. അന്ന് വരെ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ കൈയൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ അതും പോരാട്ടം. വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ അത് പോരാട്ടം. എല്ലാത്തിനെയും ഏതിനെയും എന്തിനേയും പോരാട്ടമായിട്ട് പറയുന്ന ഒരു ഓവർ എസ്റ്റിമേറ്റിംഗ് ദി സ്പിരിച്വൽ വാർഫെയർ. ഇത് രണ്ടും വളരെ വികലമായിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പണ്ടൊരു എക്സാമ്പിൾ കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തി കിണറിൻ്റെ മണ്ടയ്ക്ക്, നിങ്ങൾക്ക് അറിയാവുന്ന കിണറിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നു, ഉറക്കം തൂങ്ങുക. അപ്പം പറയാണ്, എടാ നീ അവിടെ നിന്ന് കയറിപ്പോടാ, അതല്ല നീ കിണറ്റിൽ വീണ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും പിശാച് തെളിയിട്ടുന്ന് പറയും. സോ നമ്മൾ എന്തിനേയും പഴി ചാരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പിശാച്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഭകളിലൊക്കെ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കാളും കേൾക്കുന്നത് പിശാചിൻ്റെ പേരാണ്. പിശാചിനെ പറ്റി 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന അച്ചായന്മാരും സ്തോത്രം പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷമല്ല കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച കാര്യങ്ങളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തിളച്ചു മറിയുന്നില്ലെങ്കിൽ, പിശാചിനെ കേട്ട് കഴിയുമ്പോൾ അവിടെ തിളച്ചു മറിയുകയാണെങ്കിൽ യു ആർ സംതിങ് റിയലി ഗോയിങ് അണ്ടർ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലല്ല പോകുന്നത്. യു ആർ ഹാവിങ് ടൈസ് വിത്ത് സൈറ്റൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിശാചല്ല അൺസങ് ഹീറോ ആയിട്ട് ചർച്ചിൽ വരേണ്ടത്. കർത്താവിൻ്റെ മഹത്വത്തെ പറ്റി പറയുമ്പോൾ, കർത്താവിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ക്രൂശിനെ പറ്റി ധ്യാനിക്കുമ്പോൾ, അവൻ ചെയ്ത ആ പങ്കപ്പാടുകളെ ഓർക്കുമ്പോൾ, അവൻ ചെയ്ത രക്ഷണീയ പ്രവൃത്തിയെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പോരാട്ടം വരുന്നൊക്കെ പറയുമ്പോൾ ചാടുന്ന വിശ്വാസി ശരിക്കും മാനസാന്തരപ്പെട്ടിട്ടില്ല.
ഹല്ലേലൂയ. സോ ഇന്ന് പകൽക്കാലം ഈ എല്ലാത്തിനെയും പിടിച്ച് പിശാചിന്റെ തന്ത്രമായിട്ടും എല്ലാത്തിനെയും പിടിച്ചിട്ട് വാർഫെയർ ആണെന്ന് പറഞ്ഞ് പോരാട്ടമാണെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ നോക്കി ഒന്ന് മാറിയിട്ട് കർത്താവെ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മുമ്പോട്ട് വരാൻ തക്കണം ഇടയായിത്തീരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഒന്നുകൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. കർത്താവെ എനിക്ക് കർത്താവെ ഡിലേസ് ഉണ്ടാകുന്നത് പോരാട്ടമല്ല, അത് അങ്ങയുടെ ഹിതമാണ്. കർത്താവ് എൻ്റെ കൈ മുറിഞ്ഞത് അത് പോരാട്ടമല്ല, അത് അങ്ങയുടെ ഹിതമാണ്. അങ്ങറിയാതെ എൻ്റെ തലയിൽ മുടി പോലും പോകുന്നില്ലെന്നുള്ള ബോധ്യത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിയായി മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തീയ ജീവിതം എത്ര മനോഹരമാണ്. മറ്റേത് എങ്ങനെ ജീവിക്കുന്നത്? പേടിയോടാണ് ജീവിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ വണ്ടി ഇടത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പേടിയാ, വലത്തോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടാൽ പേടിയാ, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പേടിയാ, പാമ്പ് വന്നാൽ പേടിയാ, എല്ലാം പേടിയാ. ഇങ്ങനെ നാം വളരെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. സോ ദേർസ് എ ബാലൻസ് ബിറ്റ്വീൻ ഓൾ ദീസ് സ്റ്റഫ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഡിസേൺമെന്റ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട പല കാര്യങ്ങളെയും നാം ശ്രദ്ധ കൊടുക്കാതെ മറ്റു പലതിനുമാണ് ആത്മീക പോരാട്ടം എന്ന് പറഞ്ഞ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. സോ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, ഞാൻ എന്താണ് എംഫസൈസ് കൊടുക്കുന്നത്? ഇവിടെ വന്നിട്ടുണ്ട്, കാനഡയിൽ വന്നു, ഒരു ഫണ്ട് ട്രാൻസ്ഫർ ലേറ്റായി, പോരാട്ടം എന്ന് പറഞ്ഞ് നിർത്തരുത്. അതൊന്നും അല്ല പോരാട്ടം. അതൊന്നും നിങ്ങളെ മാറ്റി നിർത്തുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹവുമായിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയാണ് പോരാട്ടം എന്ന് കണ്ടുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുവാനുള്ള ആത്മീയ കൃപ നാം പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ലോകത്തിന്റെ ചിന്തകളോ മാനുഷികമായിട്ടുള്ള പ്രഷറുകളോ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നാം പോരാട്ടം എന്ന് കണ്ടുകൊണ്ട് വേണം നാം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ല നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ശാസിക്കാൻ വേണ്ടി പോകരുത്. സഹോദരനല്ല നിന്റെ ഏറ്റവും വലിയ ശത്രു. അവിടെ തന്നെ പറയുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളുണ്ട്. പക്ഷെ പലരും പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്, എൻ്റെ സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ അനുഗ്രഹം തടസ്സമാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇന്നയാള് ആരാ, ഇന്നയാളെ കാണുന്നല്ലോ, ഇന്നയാൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. എടാ അവർ പ്രാർത്ഥിക്കട്ടെ, നീ വിശുദ്ധിയായിട്ട് ജീവിക്കും. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാതെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാകാതെ, നമ്മുടെ ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നിർമ്മല കന്യകയായിട്ട് നിൽക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മറ്റേ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നു. എതിർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് തിരിച്ച് എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആത്മീക പക്വതയിലേക്ക് നാം മടങ്ങി വരണം. അല്ല, ഇതൊന്നും അല്ല ആത്മീകത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, when Christ becomes yours as your center of your life, all this stuff, the peripheral things has no value around it. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ മറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള ബോധ്യത്താൽ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോകരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ആ നിമിഷം മുതൽ നാം അവന്റെ ആർമിയിലെ അംഗങ്ങളായി മാറുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകാൻ തക്കോണം ഇടയാകരുത്. എഫേസ്യർ 2-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ നാം കാണുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അടുത്ത വാക്യം വായിക്കാമോ? 2-3 വാക്യങ്ങൾ. യെസ് യെസ്. ഓക്കെ, പറഞ്ഞു, വായിച്ചു. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെ പറഞ്ഞ എന്താണ്? നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവിനെ അറിയുന്നതിന് മുമ്പ്, അംഗീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവമായിട്ട് ന്യൂട്രൽ മെന്റാലിറ്റി ആയിരുന്നെന്നല്ല പറയുന്നത്. നമുക്ക് ന്യൂട്രൽ ഒരു മെന്റാലിറ്റി ആയിരുന്നല്ല പറയുന്നത്. വി ബിലോങ് ടു ദി എനിമി. നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കാത്ത വ്യക്തികളുടെ എല്ലാം അലയൻസ്, വൺ ഓർ ദി അതർ വേ ദേ ആർ ഹാവിങ് ആൻ അലയൻസ് വിത്ത് ദി ഡെവിൾ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഈ വാക്യത്തിൽ പറഞ്ഞ അങ്ങനെയാണ്. അവിടെ നിന്ന് കോപത്തിന്റെ മക്കളായിരുന്ന അവിടെ നിന്ന് കർത്താവ് നമ്മെ ജനിപ്പിച്ചു. അതല്ലേ കാണുന്നത്? ഉയർപ്പിച്ചു. 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നേ നമ്മെ അവൻ ഉയർപ്പിച്ചു. When we were under that kingdom, we were dead to God. Hallelujah. നാം കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാതെ, കർത്താവ് നമ്മോട് സംസാരിക്കാൻ കഴിയാതെ നമ്മുടെ ആത്മിക മനുഷ്യൻ ചത്തുപോയ ഒരു അനുഭവം. അവിടെ നിന്ന് നാം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്നിട്ട് അവൻ നമ്മെ ഉയർപ്പിച്ചിട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ഒരു ട്രാൻസ്ലേഷൻ നടന്നതായിട്ട് നാം മറന്നു പോകരുത്.
നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്നത് പറഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ ഈ രക്ത അടയാളത്തിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ജീവിത ശൈലികളിലേക്ക് നാം ഒന്ന് പോകരുത്. ഹല്ലേലൂയ. നാം ഉയർപ്പിന്റെ ആ ന്യൂനെസ് ഓഫ് ലൈഫിൽ നടക്കാൻ വേണ്ടിയാണ് അവൻ നമ്മെ വിളിച്ചതെന്നുള്ള കാര്യം നാം എപ്പോഴും ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, അവൻ അവിശ്വാസികളുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഇരുട്ടാക്കി കളഞ്ഞു എന്ന വാക്യമൊക്കെ നാം കാണുന്നുണ്ട്. സോ ദേ ഹാഡ് എ ഫൈറ്റ്. കർത്താവിന് ഇഷ്ടം, കർത്താവിനെ അംഗീകരിക്കാത്തവരുടെ ഉള്ളിലും ഒരു യുദ്ധമുണ്ടായിരുന്നു. ആരോട്? സ്നേഹസമ്പന്നനായ കർത്താവിനെതിരെ ഒരു യുദ്ധം ഈ ദൈവത്തെ അറിയാത്ത വ്യക്തികളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഈ ഫൈറ്റ് നടക്കുന്നുണ്ടോ? ദൈവത്തോടൊരു ഫൈറ്റാണോ നടക്കുന്നത്, അതോ നാം പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ആ ഫൈറ്റാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഒരു ഫൈറ്റ് എപ്പോഴും നടക്കുന്നുണ്ട്. നാം ഏത് ആർമിയിലാണ് അയക്കുന്നത് എന്നുള്ള കാര്യം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സാൽവേഷൻ പ്രാപിച്ചു രക്ഷയുടെ സന്തോഷത്തിൽ നാം ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും നമ്മുടെ അലയൻസ് മാറി മറ്റേ ആർമിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചു മടങ്ങി വരണം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒന്നുകൂടെ കർത്താവേ ഒന്ന് പണിതെടുക്കണം. കർത്താവേ, അങ്ങ് എന്നെ ഉയർപ്പിച്ചത് ഞാൻ കർത്താവേ അത് തള്ളിക്കളഞ്ഞിട്ട് കർത്താവേ ഞാൻ പാപത്തിന്റെ വഴികളിൽ ഓടിപ്പോകാൻ തക്കൊണ്ട് ഇവിടെ അയച്ചത് കർത്താവേ എന്നോടൊന്ന് ക്ഷമിച്ച് കർത്താവേ അങ്ങയുടെ കർത്താവേ ആ രാജ്യത്തിലേക്ക് ഒന്നുകൂടെ കർത്താവേ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. കൊലോസ്യർ ലേഖനത്തിൽ പറയുന്നു, he delivered us from the power of darkness, ഇരുളിന്റെ ശക്തിയിൽ നിന്ന്, അധീനതയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുവാൻ തക്കൊണ്ട് and has translated us into the kingdom of his dear son. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് അവൻ നമ്മെ ആക്കി വെച്ചത് നാം മറന്നുപോയി. നമ്മുടെ ഡിഗ്നിറ്റി നമ്മൾ മറന്നു പോകരുത് കേട്ടോ. നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഈ ക്രിസ്തീയ വിശ്വാസി എന്ന് പറയുമ്പം അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ടൈം കിട്ടി അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ ക്രിസ്തുവിനെ ധരിച്ചവനെ കാണുമ്പോൾ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റിയിൽ നടക്കാതെ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലോകത്തെ വാരിയുടുത്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ഡിഗ്നിറ്റിയിൽ നിന്ന് നാം താഴേക്ക് പോകുകയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം വീണ്ടും ആ കർത്താവ് സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, എൻ്റെ കർത്താവ് ഉള്ളിൽ ചില ഭാഗങ്ങളിലൊക്കെ കർത്താവ് ലോകത്തിനെ കർത്താവെ ഞാൻ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവെ, എന്നോട് ക്ഷമിക്കണം കർത്താവെ. അങ്ങനെ രക്തത്താൽ ഒന്നുകൂടെ കഴിവുകളെ പ്രാപിച്ചുകൊണ്ട് കർത്താവെ ആ നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങയുടെ കർത്താവെ അന്ത്യ ദിവസത്തിൽ കർത്താവെ അല്ല എൻ്റെ മരണമാണെങ്കിൽ അങ്ങനെ കർത്താവെ അതിനുവേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം എന്നെ ഒന്നുകൂടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിരിക്കണം ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. സോ salvation doesn't end the war. That's where your war begins. Hallelujah. Dear കുഞ്ഞുങ്ങളെ, Kesia and Abia, I want you to accept Christ as your personal savior as well. Do you know what is meant by accepting Christ as your personal savior? Do you know that? So if you don't know that, when you say that Jesus Christ died for me on the cross and I am submitting myself to his love, and when you do that, he dwells in your heart. And when he dwells in your heart, as I said in the last sermon, he will transform you daily to love him more than you loved him yesterday. Every day you are growing in your relationship with God. And as you are in this relationship with God, you have to say no to the things of this world. It might be your friendship, it might be the things that takes your time. It might be the things that you are spending more time. It could be like your games, it could be anything of this world. But if God asks you to refrain from those stuffs, you have to refrain from those stuffs and love him more every day of your Christian life. It's very necessary. And if you don't accept Jesus Christ as your personal savior, you will not enter the kingdom of God. I just want everyone to see you standing there as well. നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ ആ ദിവസത്തിൽ അബിയാമേ and Kesia, I don't want to miss you guys there. I want you to be there as well. So when you have to wear Christ every day of your Christian life. I'm not trying to threaten you. I'm just saying this out of my love towards you. I don't want you to miss the final day. Hallelujah. He is coming back soon. The things that is happening around us says that his coming is very near. I don't want you guys to miss that final day. Hallelujah. You have to submit yourself completely. Lord,
I don't want to be my own boss. I want you to lead my life. I am giving myself completely. Hallelujah. I want you to take over my time. I want you to take over my money. I want you to control my emotions. And I want you to control my relationship till the end of my days. That makes you a Christian. And that begins your relationship and a journey with Christ. Hallelujah. So കുഞ്ഞുങ്ങളെ, നിങ്ങളോടൊക്കെ പേരൻസിനോട് ഞങ്ങളോട് പറയുകയാണ്, യു ഷുഡ് സ്പീക്ക് അബൌട്ട് സാൽവേഷൻ ടു ദീസ് കിഡ്സ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് പറയണം, കർത്താവ് എന്തിനാണ് വന്നത് എന്നുള്ള കാര്യത്തെ പറ്റി. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് കർത്തൃമേശയൊക്കെ കണ്ട്, വി ഹാഡ് ദ ലോർഡ്സ് ടേബിൾ ദിസ് മോർണിംഗ്. ദാറ്റ് ഷോസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. വി വെർ സിന്നേഴ്സ് and we were away from his love and we were in the darkness. And as he came to the cross, as he came to the earth to die for us, and when we believe that he died for me, that makes you a new person. Hallelujah. That will make you as a new person to live in the newness of life. I know I'm saying few extra words, but just give your life to Jesus. That's all. That's all he needs. He needs you completely. He needs you completely. He needs nothing else. He don't want your money. He don't want any of the peripheral things. But he just need your heart to dwell there. Hallelujah. കുഞ്ഞുങ്ങളെ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. I have a great burden for these guys. I don't want them to miss the great call. Hallelujah. ഈ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കണം. അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യേശു എന്തിനു വേണ്ടിയാണ് വന്നതെന്നുള്ള കാര്യത്തെ പറ്റി, കുഞ്ഞുങ്ങളെ രക്ഷയുടെ സന്ദേശം അവരുടെ കുഞ്ഞു പ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ നാളെ റിഗ്രറ്റ് ചെയ്യാൻ ഇടയാകരുത്. Hallelujah. കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കണം. Make sure you talk to them. Make sure you talk about Christ to them every single day that you meet them. Hallelujah. ഇന്ന് പകൽക്കാലം, when you accept Christ as your personal savior, that begins a different relationship with God, and that begins a different lifestyle. Hallelujah. കഴിഞ്ഞ കാലത്തിനോടുള്ള നോ പറഞ്ഞിട്ട് പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട് ആ ഒരു ട്രാൻസ്ലേറ്റഡ് ലൈഫിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. Hallelujah. സുവിശേഷം നമ്മുടെ സഭകളിലാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. കാരണം വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് സുവിശേഷം അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ സുവിശേഷം പറയേണ്ടത് എവിടാണ്? സഭയ്ക്കകത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസൻ്റെ മെസ്സേജ് ഞാൻ കേട്ടു. ഞാൻ ഇല്ലാഞ്ഞ ദിവസത്തെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് എന്തിനു വേണ്ടിയാണ് റോമിലേക്ക് പോയത്? ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, എന്തിനാണ്? 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. 3ാമത്തെ പോയിന്റ് ആയിരുന്നു സുവിശേഷം. റോമിലുള്ള സഭ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട വിശുദ്ധ ജീവിക്കുന്ന സഭയാണ്. അവിടെ പോയി സുവിശേഷം പറയാൻ പൗലോസിന് ഒരു ധൈര്യം കിട്ടി. നമ്മുടെ സഭകളിലൊക്കെ സുവിശേഷം പറയേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടമായി പോകുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. I don't want anyone to miss the final call. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ആന്ത്യകാഹളത്തിങ്കൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശ നിറയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത് കൊണ്ടോ ഒന്നും അർത്ഥമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഒരു പ്രത്യാശയുടെ നിറവ് നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രാപിച്ചുകൊണ്ട് വേണം മടങ്ങി പോകാൻ തക്കൊണ്ടിടയാകേണ്ട. ഹല്ലേലൂയ. As you shift from this old kingdom to the new kingdom, something else happens. After salvation, the other guy, devil, was your friend, but he becomes your enemy and he will start tempting you. പരീക്ഷകളിലൂടെ നിങ്ങളെ കടത്തിവിടും, നമ്മെ അക്യൂസേഷനിലൂടെ കടത്തിവിടും, നമ്മെ പല രീതിയിലുള്ള അറ്റാക്കിലൂടെ ഒക്കെ കടത്തിവിടാൻ തക്കൊണ്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. സോ ഈ ഒരു അറ്റാക്ക്, ഈ ഒരു ടെംപ്റ്റേഷൻസ്, ഈ ഒരു അക്യൂസേഷൻ്റെ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് ആർമി. ഇത് നടക്കുന്നില്ലെങ്കിലാണ് നമ്മൾ വേറെ ഏതോ ആർമിയിലെ മെമ്പറാണെന്നുള്ള കാര്യം മനസ്സിലാകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജഡരക്തങ്ങളുള്ള പോരാട്ടത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആത്മീയ യുദ്ധം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഈ ഒരു യുദ്ധത്തിൽ നാം ഇൻവോൾവ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ ചോർച്ച വന്നു പോയിട്ടുള്ള കാര്യം നാം മറന്നു പോകാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ആൻഡ് we have to understand, we should know our enemy and our calling. ഹല്ലേലൂയ. നമുക്കൊരു ടീമിലാണ്, ആ ടീമിൽ ഒരു കോച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ടാക്ടിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെയാണ് മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ധാരണയില്ല. ഫുട്ബോളിനെ പറ്റി തന്നെ നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ പന്തിട്ട് തട്ടുകയാണെങ്കിൽ കാര്യമൊന്നും വിരുത് പ്രാപിക്കുവാൻ
പറ്റത്തില്ല. പക്ഷെ ഒരു കോച്ച് പുറകിൽ നിന്ന് മറ്റുള്ളവർ കളിക്കാനൊക്കെ പോകുമ്പോഴും ഒരു കോച്ച് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. മോനെ അവിടുന്ന് അങ്ങനെയല്ല ഷൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കോച്ച്. സോ കോച്ച് ചുമ്മാ ബോളിനെ അല്ല നോക്കുന്നത്, ആ കോച്ച് എതിർ ടീമിലുള്ള വ്യക്തികളെയാണ്, കളിക്കാരെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ആർമിയിലെ അംഗമാണെങ്കിൽ കർത്താവാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഹീ ഈസ് അവർ കോച്ച് ആൻഡ് ഹി വിൽ ഗൈഡ് യു വിത്ത് ഓൾ ദ ടാക്ടിക്സ്. കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്, പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ നമ്മൾ വാക്യമൊക്കെ സൂപ്പറായിട്ട് അറിയാം. പക്ഷേ ഇന്നലെ പറഞ്ഞ പോലെ വിശ്വാസമുണ്ട്, പക്ഷെ റിഗ്രറ്റോടാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം വിശ്വാസത്തിൻ്റെ ആഴം ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിനെ അംഗീകരിച്ചു, നമ്മൾ ഈ ആത്മീയ യുദ്ധത്തിൽ നിൽക്കുകയാണ്. ആർ വി ലിസണിങ് ടു ഹിസ് വോയിസ്? കർത്താവ് നമ്മളോട് പറയുകയാണ്, മോനെ ആ സ്റ്റെപ്പ് എടുത്ത് വെക്കരുതെന്ന് പറയുമ്പോൾ അത് എടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അണ്ടർ ദാറ്റ് കോച്ച്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ചെവികളും നാം ഓപ്പൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ആൻഡ് ഒരിക്കലും പറയരുത് നമ്മൾ ഈ ഫൈറ്റിന് വേണ്ടി അല്ല നമ്മൾ സൈനപ്പ് ചെയ്തതെന്ന് ഒരിക്കലും പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ നയിക്കുമ്പോൾ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നല്ല, നാം അനേക കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യം അവകാശമാക്കും എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു വലിയൊരു പ്രത്യാശ എന്ന് വെച്ചാൽ ഹിസ് പ്രസൻസ് ഈസ് വിത്ത് യു, ഹി ഈസ് ബൈ യുവർ സൈഡ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു ഫൈറ്റിംഗ് അലോൺ, ബട്ട് ഹി ഈസ് ഫൈറ്റിംഗ് അലോങ് വിത്ത് യു, ഹി ഈസ് ഫൈറ്റിംഗ് ഫോർ യു എന്നുള്ള കാര്യം വരുമ്പോൾ എത്ര മനോഹരമായ പ്രത്യാശയാണ് നാം പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. ആൻഡ് people ask this question, why we still face spiritual warfare though Christ already won? ക്രിസ്തു ജയിച്ച ബാറ്റിലല്ലേ, പിന്നെ എന്തിനാ നമുക്ക് ഈ ഒരു ആത്മീയ യുദ്ധത്തിലൂടെ കടന്നു പോകേണ്ടത്? നമ്മൾ പറയുന്നുണ്ട്, കൊലോസ്യത്തിൽ വാക്യമുണ്ട്, ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം, കൂച്ചിൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ പിന്നെ ജയോത്സവം കൊണ്ടാടിക്കുക പിന്നെ നമ്മൾ ആത്മീയ യുദ്ധത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഉള്ളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. സോ അതിൻ്റെ ഒന്നാമത്തെ ആൻസർ, ക്രൈസ്റ്റ് വിക്ടറി ഈസ് കംപ്ലീറ്റ് ബട്ട് നോട്ട് യെറ്റ് ഫുള്ളി ഫൈനലൈസ്ഡ്. ക്രിസ്തുവിൻ്റെ ആ ഒരു വിക്ടറി, വിജയം പരിപൂർണമായിരുന്നു, പക്ഷെങ്കിൽ അതിനൊരു അവസാനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. കാരണം പിശാചിനെ അധമപാതാളത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിയിടാത്തിടത്തോളം കാലം അവൻ്റെ തന്ത്രങ്ങൾ വീണ്ടും 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 തന്നെ വന്നുകൊണ്ടിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമുക്കറിയാം, യേശുവിൻ്റെ പരീക്ഷ സമയത്താണെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ ലോകം മൊത്തം, ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഇതിന് ശേഷമാണെങ്കിലും ഈ പരീക്ഷകൻ വന്ന് ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട്. ലേറ്റർ പാസേജിലൊക്കെ വായിക്കുന്നത് നമുക്ക് കാണാം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ഈ പരീക്ഷയുടെ അനുഭവത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നതൊക്കെ ഇടയായിത്തീരും. യാക്കോബിന്റെ ലേഖനം അല്ലെങ്കിൽ വരത്തില്ല. നിങ്ങൾ അനേകം പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് ഈ കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു. അപ്പം സോ ദാറ്റ് വിക്ടറി ഈസ് നോട്ട് ഫൈനലൈസ്ഡ് ബിക്കോസ് ഹി വാസ് നോട്ട് ചെയിൻഡ് ഫോർ എവർ. അതുകൊണ്ടാണ് നാം വീണ്ടും ഈ ഒരു സ്പിരിച്വൽ ബാറ്റിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. സോ സെക്കൻഡ് വൺ, വി ആർ സ്റ്റിൽ ഇൻ എനിമി ഓക്യുപ്പൈഡ് ടെറിട്ടറി. നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ ജീവിക്കുന്നത് ഈ സെയിം ടെറിട്ടറിയിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് അറിയാം, അവൻ്റെ തന്ത്രങ്ങൾ നമ്മെ ഓവർ പവർ ചെയ്യത്തില്ലെന്നുള്ള പ്രത്യാശയാണ് നമ്മെ ഈ ടെറിട്ടറിയിലും വിജയത്തോടെ നിർത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ദ എനിമി സ്റ്റിൽ സീക്സ് ടു ഡിസ്ട്രോയ് ഗോഡ്സ് പീപ്പിൾ. 1 Thessalonians പറയുന്നുണ്ട്, പിശാച് അലറുന്ന ബാക്കി പറ ബാക്കി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. സോ കർത്താവിൻ്റെ വിജയത്തെ അൺഡു ചെയ്യാൻ പിശാചിന് പറ്റത്തില്ല. ഒരിക്കലായിട്ട് അവൻ്റെ തലയെ തകർത്തു, അതിനെ വീണ്ടും അൺഡു ചെയ്യാനായിട്ട് പിശാചിന് കഴിയില്ല. പക്ഷെങ്കിൽ ഹി ക്യാൻ ടെംപ്റ്റ് us to sin. പാപത്തിലേക്ക് വഴുതി വീഴാൻ നമ്മെ പ്രേരിപ്പിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ടെംപ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾ ഹല്ലേലൂയ പറയാവോ? എല്ലാവർക്കും ടെംപ്റ്റേഷന് ഉണ്ട്. വൺ ഓർ ദി അതർ വേ വി ഓൾ ഹാവ് ടെംപ്റ്റേഷൻ and the Holy Spirit assists us not to fall into
ടെംപ്ടേഷൻ. പാപത്തിലേക്ക് വഴുതി വീഴാതിരിക്കുവാൻ തക്കവണ്ണം ആത്മാവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ചേർന്ന് നടക്കുമ്പോഴാണ് ഈ വിജയത്തിന്റെ അനുഭവത്തിൽ നാം നടക്കുന്നത്. ഇത് മറന്നു പോകരുത്. സോ വെൻ ഹി ടെംപ്റ്റ്സ് യു, യു ഹാവ് ടു റെബ്യൂക്ക് ഹിം വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അറിയാതെ ഇതിന് നമുക്ക് പറ്റത്തില്ല. ആൻഡ് ഹി ഓൾവേസ് അക്യൂസ് അസ് ടു റോബ് ഓഫ് ദി അഷ്വറൻസ്. കർത്താവ് ജയം കൊണ്ടാടി, നമ്മൾ പുതിയ ആർമിയിലെ അംഗമാണ്, നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിച്ചു. എന്നാലും ചില സമയത്ത് തോന്നും, അത് ക്ഷമിച്ചായിരുന്നോ? കർത്താവ് പാപത്തെ ക്ഷമിച്ചായിരുന്നു, ഞാൻ ഇന്നാൾ ചെയ്ത പാപം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ രക്ഷയുടെ ഭദ്രതയെപ്പറ്റി നമ്മുടെ ഉള്ളിൽ സംശയം ഇട്ടുകൊണ്ട് നമ്മെ ഈ വിജയത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ തക്കവണ്ണം പിശാചിന് ശ്രമിക്കാം. ഡിസ്ട്രാക്ട് us to keep us unfruitful. ചർച്ച വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പക്ഷെ കർത്താവ് നോക്കുമ്പം ഇല നിറഞ്ഞ് ഫലമില്ലാത്ത അനുഭവം. ഇതും സംഭവിക്കാം. ഇതും പിശാചിന്റെ ഫൈറ്റാണ്, സ്പിരിച്വൽ വാർഫെയറിന്റെ പാർട്ടാണിത്. നാലാമതായിട്ട്, ഡിവൈഡ് us to weaken the church's witness. കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്, അല്ലേ? മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചത്. ഇതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സാത്താന്റെ തന്ത്രമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. PR-ഉം വർക്ക് പെർമിറ്റും കിട്ടുന്നതിനല്ല സാത്താൻ തടസ്സമാകുന്നത്, നമ്മെ ആത്മീയത്തിൽ മുമ്പോട്ട് വിടുന്നതിനാണ് സാത്താൻ ശരിക്കും തടസ്സമാകുന്നത്. നമ്മൾ പലപ്പോഴും മറ്റേതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം നമ്മൾ എൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഇഷ്ടം ഇവിടുത്തെ പോലെ അവിടെ പോകുന്നത് സഫലമാകണമേ, ഇതാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനകളൊക്കെ മാറ്റണം. അല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ ഉള്ളിലും ഞാൻ വസിക്കുന്ന ഈ ഭൂമിയിലും ആകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. വളരെ വേഗത്തിൽ ഞാൻ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നാലാമത്തെ പോയിന്റിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. വാർഫെയർ ഈസ് പാർട്ട് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് കോളിംഗ്. നമ്മെ വിളിച്ച വേലയ്ക്ക്, അല്ലെങ്കിൽ നാം വിളിച്ച് നമ്മെ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി അവിടെ നമ്മെ വിശുദ്ധി 1 ഡിഗ്രി ഓഫ് ഹോളിനെസ്സിൽ നിന്ന് അടുത്ത ഡിഗ്രി ഓഫ് ഹോളിനെസ്സിലേക്ക് നയിക്കുവാൻ വേണ്ടി ചില പ്രയാസങ്ങളിലൂടെ, ചില ടെംപ്ടേഷനിലൂടെ ഒക്കെ നാം കടന്നു പോകുന്നതൊക്കെ ഇടയായി. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ കാണുന്നു, വി ആർ കോൾഡ് ടു എൻഡ്യൂർ ഹാർഡ്ഷിപ്സ് ആസ് ഗുഡ് സോൾജിയർ. നല്ല ഭടനായിട്ട് കഷ്ടം സഹിക്കുവാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറയുന്നു, ഇൻ ഓൾ ദീസ് തിങ്സ് വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ്. ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഫൈറ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ പറയുന്നത് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നാം പറയുന്നത്. 5ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസി പ്രയാസത്തിലൂടെ അല്ലെങ്കിൽ സ്പിരിച്വൽ വാർഫെയറിലൂടെ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. 5ാമത്തെ പോയിന്റ്, ക്രൈസ്റ്റ് വിക്ടറി ഗ്യാരണ്ടീസ് അവർ വിക്ടറി. നമ്മൾ ഫൈറ്റ് ചെയ്ത് വിക്ടറി പ്രാപിക്കുമല്ല, നമ്മൾ വീണ്ടും പിശാചിന്റെ തല തകർക്കുമല്ല. അത് ഇറ്റ്സ് ഓൾറെഡി ഡൺ ദെയർ, ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. വിജയത്തിന് വേണ്ടിയല്ല, വിജയത്തിൽ നിന്നാണ് നാം ഫൈറ്റ് ചെയ്യുന്നത്. വീണ്ടും ആ അനുഭവത്തിൽ നിന്ന് നാം താഴെ പോകാതെ വീണ്ടും ആ അനുഭവത്തിന്റെ അഷ്യൂറിറ്റിയിൽ മുമ്പോട്ട് പോകുവാൻ വേണ്ടിയാണ് നാം ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഇടയാച്ചിരുന്നത്. ഹല്ലേലൂയ. ആൻഡ് ദിസ് ബാറ്റിൽ ഈസ് റിയൽ. ഇത് ചെറിയ കളി, നമ്മളെപ്പോഴും പറഞ്ഞത് ഇത് ചെറിയ കളി അല്ല. നമ്മൾ പലപ്പോഴും യേശുവിനെ ഇഷ്ടം കർത്താവെ അംഗീകരിക്കുന്നത് വളരെ ഇമോഷൻ്റെ പുറത്താണ്. പലപ്പോഴും ഇഷ്ടം കർത്താവായിട്ട് അംഗീകരിക്കുന്നത്, അല്ല സ്നാനപ്പെടുന്നതൊക്കെ വളരെ ഇമോഷൻ്റെ പുറത്താണ്. ചില പാസ്റ്റർമാർ പുതിയൊരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടിയായിട്ട് 15 പേരെ ഒന്നിച്ച് സ്നാനപ്പെടുത്തും. പുതിയ പാസ്റ്റർ വരുമ്പം പുതിയ പാസ്റ്ററിന് പണിയാം. കാരണം ഒന്നും കൊണപ്പെടാതെ അങ്ങനെ പറയുക, ചൊവ്വയെ രക്ഷിക്കപ്പെടാതെയാണ് പിടിച്ച് സ്നാനപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ ആത്മീയ യുദ്ധത്തിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും തകർന്നു പോകാൻ തക്കവണ്ണം ഇടയായിത്തീരും. ലോകത്തോട് നോ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് സാൽവേഷൻ്റെ ലൈഫ് എന്നുള്ള കാര്യം നാം കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് മനസ്സിലാക്കാതെ എന്നാൽ പിന്നെ സ്നാനപ്പെടുമല്ലേ, ആരോട് സ്നാനപ്പെടുമ്പോൾ ആരോട് കമ്പനിക്ക് വേണ്ടി ഞാനോട് സ്നാനപ്പെട്ടേക്കാം എന്ന് പറഞ്ഞല്ല ഈ ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവത്തിലേക്ക് നാം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും വിളിച്ച് തീർക്കേണ്ടത്. ഹല്ലേലൂയ. ആൻഡ് വി ആർ കോൾഡ് ടു ഫൈറ്റ് ആൻഡ് സ്റ്റാൻഡ് ഫോർ ദിസ് ബാറ്റിൽ. ഞാൻ വളരെ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവർ കോളിംഗ് ഈസ് ടു സ്റ്റാൻഡ് ഫേം ഇൻ ദി ഫെയ്ത്ത്. എഫെസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും
സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കുന്നവന് വേണ്ടിയാണ് ഈ സർവായുധ വർഗം ധരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ദാവീദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോലിയാത്തിനെ യുദ്ധത്തിന് വേണ്ടി പോവുക. ഇദ്ദേഹത്തിന് ശീലമില്ല ഈ സാധനമൊന്നും ഇട്ടിട്ട്. ചൊവ്വയെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യാതെ ഈ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സർവായുധ വർഗം ചൊവ്വിനെ ഇടാനായിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇതിനു വേണ്ടി ഒരു വില കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നവരാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നത്. കുറച്ച് ആഴത്തിലാണ് പറയുന്നത്. മുമ്പേ പറഞ്ഞു യേശു രക്ഷാൻ കർത്താവ് എങ്ങനെയിരിക്കണം. പക്ഷെ നമ്മുടെ ലൈഫിനെ സ്ട്രീം ലൈൻ ചെയ്യാതെ ഈ സാൽവേഷൻ അനുഭവത്തിലേക്ക് നാം പോകുവാൻ പാടില്ല. അതല്ലെങ്കിൽ വീണ്ടും ടെംപ്റ്റേഷൻ വരുമ്പം അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി പോകുന്ന വിശ്വാസികളായിട്ട് മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. We have to resist the enemy, not to surrender in his presence. പോരാട്ടം ഉണ്ടാവും, ശരിയാണ്. അവനോട് നാം എതിർത്ത് നിൽക്കുകയാണ് വേണ്ടത്. അയ്യോ പറ്റിപ്പോയെന്ന് പിന്നെ പറയാൻ തക്കണം, പാപത്തിലേക്ക് വഴുതി വീണു പോയെന്ന് പറയാൻ തക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പാപത്തിൽ വീണു പോയാൽ തിരിച്ചും റിപ്പൻറ്റൻസിലേക്ക് വരികയാണെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും. പക്ഷെങ്കിൽ if you keep on going back again and again and again there's something wrong with our spiritual life. ഒരു പാപം തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പിന്തുടരുന്നുണ്ട്. പാപം ചെയ്യും, ദൈവസന്നിധി വരുന്നു, അപ്പം വരുന്നേ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും പാപത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോട് നോ പറയുക. ലംഘനം ക്ഷമിച്ചും പാപം മറയ്ക്കപ്പെട്ട അനുഭവത്തിലേക്ക് അതിനെ വീണ്ടും എടുത്ത് ധരിക്കാത്ത അവസ്ഥയിൽ നിൽക്കുവാൻ you have to stand firm in your faith. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ ഈ പാപത്തോട് നോ പറയാത്ത കോണം ഇടയാകുകയില്ല. ഹല്ലേലൂയ. We stand firm by wearing the armor of God. ഈ രക്ഷയുടെ സർവായുധ വർഗം ധരിക്കാതെ you cannot stand in the spiritual battle. ഞാൻ വേഗത്തിൽ ആ ഒരു 6 വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ബെൽറ്റ് ഓഫ് ട്രൂത്ത്. സത്യം എന്തിനു വേണ്ടിയാണ്? കള്ളങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയായിട്ട്. അരയ്ക്ക് സത്യം. സോ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. 2, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. നീതിയുടെ കവചം. എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഗാർഡ്സ് യുവർ ഹാർട്ട് ഫ്രം ഫോളിങ് ഇൻ ടു അൺറൈച്ചസ്നെസ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തെ കാവൽ ചെയ്യുന്നില്ല. കർത്താവേ ഗാർഡ് യുവർ ഹാർട്ട് എന്നുള്ള കാര്യം സദൃശ്യവാക്യത്തിനകത്തൊക്കെ ഗാർഡ് യുവർ ഹാർട്ട് എന്നൊക്കെ കാര്യം കാണുന്നുണ്ട്. ടു ഗാർഡ് യുവർ ഹാർട്ട് യു നീഡ് ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗത്തിലാണ് നാം ചിന്തിക്കേണ്ടത്. നാം നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ അൺറൈച്ചസ് തോട്ട് പ്രോസസ്സിലൂടെ നാം കടന്നു പോകും. സോ യു ഹാവ് ടു വെയർ ദി റൈച്ചസ്നെസ് ഓഫ് ഗോഡ് അറൗണ്ട് യുവർ സെൽഫ്. 3rd one, ഷൂസ് ഓഫ് പീസ്. സമാധാനത്തിൻ്റെ സുവിശേഷം, കാലിന് ചെരുപ്പ്. ഇറ്റ് മീൻസ് വി ഷുഡ് ഹാവ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഇൻ ദി ഗോസ്പൽ. സുവിശേഷത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. സുവിശേഷം എന്താണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് വരണം. വാക്കുകളിലൂടെ അല്ല വരേണ്ടത്, നമ്മുടെ ജീവിതചര്യയിലൂടെ നാം സുവിശേഷം വിശ്വസിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയ എന്നുള്ള കാര്യം നമ്മുടെ നടപ്പിലൂടെ വരണം. 4, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ പരിച. ഇറ്റ് എക്സിക്യൂഷൻസ് ദി അൺഫെയ്ത്ത്ഫുൾ ഓർ ഫ്ലെയിമിംഗ് ഫെയ്ത്ത് ഓഫ് ആരോസ് ഓഫ് ഡൗട്ട്. സംശയത്തിൻ്റെ ആരോസൊക്കെ വരുമ്പോൾ അതിനെ തടുത്തു നിർത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിൻ്റെ പരിച നമുക്ക് ഉണ്ടാകണം. 4ാമതായിട്ട് ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ മൈൻഡ്. രക്ഷയെപ്പറ്റിയുള്ള ബോധ്യം നമ്മെ എപ്പോഴും ഭരിച്ച് നടത്തുമ്പോൾ നമ്മുടെ നടപ്പും നമ്മുടെ ഹൃദയവും എല്ലാം കവേർഡാകും. അവസാനമായിട്ട് ദ സ്വോർഡ് ഓഫ് ദി സ്പിരിറ്റ്. എന്താണ്? യു മസ്റ്റ് ഹാവ് വേർഡ് ഓഫ് ഗോഡ് വിത്ത് യു. In total, it says that you have to bear Christ. നമ്മുടെ സമാധാനം ആരാണ്? യേശു ക്രിസ്തു. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞ വചനം ആരാണ്? യേശു ക്രിസ്തു. അവൻ്റെ നീതിയുടെ പാതയിൽ ഇതെല്ലാം ആരാണ്? യേശു ക്രിസ്തുവാണ്. So it means you have to translate yourself into that new realm
by wearing Christ, and you must stand in that battle. ക്രിസ്തുവിനെ ധരിക്കാതെ വേറെ സുവിശേഷത്തിന്റെ പുറകെ പോകരുത്. അബദ്ധോപദേശങ്ങളൊക്കെ ആത്മീയ യുദ്ധത്തിന്റെ പാർട്ടാണ്. നമ്മൾ ലേറ്റർ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഉണ്ടല്ലോ. ഇതൊന്നും നാം മറന്നു പോകരുത്. ഈ ആത്മീയ യുദ്ധത്തിൽ സമാധാന സുവിശേഷത്തിലുള്ള ചെരുപ്പ് നമുക്ക് വേണം, രക്ഷയുടെ ശിരസ്ത്രം വേണം, റൈറ്റിയസ്നെസ്സിന്റെ ബ്രസ്റ്റ് പ്ലേറ്റ് വേണം. ആൻഡ് ഓൾസോ യു നീഡ് ടു ഹോൾഡ് ഓൺ ടു ദി വേർഡ് ഓഫ് ഗോഡ്. വിത്തൗട്ട് ദിസ് വേർഡ് ഓഫ് ഗോഡ് യു cannot slay the enemy. ഹല്ലേലൂയ. ഈ ബാക്കിയെല്ലാം ഉണ്ടായിട്ട് ഈ ദൈവവചനം ഞാൻ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കൂറ് ഇതിനോടില്ലെന്നുണ്ടെങ്കിൽ, മിസ്ഇൻറ്റർപ്രറ്റഡ് ബൈബിൾ വേഴ്സസിന് പിന്നാലെയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള ഉപദേശത്തിന് പിന്നാലെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഈ ആത്മീയ യുദ്ധത്തിൽ ഞാൻ തകർന്നു പോകുവാൻ തക്കോണം ഇടയായിത്തീരും. ഹല്ലേലൂയ. സോ മേക്ക് ഷുവർ യു ആർ ഫോളോയിങ് ദിസ് ബൈബിൾ ജെന്യുവിൻലി. ഈ ദൈവവചനത്തെ നാം ചേർത്ത് നിർത്തണം. എങ്ങനെയാണ്? സത്യവചനം ലജ്ജിക്കാതെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. You are in a battlefield. I am in a battlefield. We all are in a battlefield. Never lose your hope. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും പിശാചിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയല്ല പോകുന്നത്. We are fighting from the victory that he has given in our life. ഈ സത്യം നാം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ യുദ്ധത്തിന്റെ അർത്ഥം തന്നെ വേറെ ആയിപ്പോൾ. കാരണം വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും, പിശാചിനെ കെട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും. So he is already defeated. You are fighting from the victory that God has given. Hallelujah. ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. കർത്താവേ, ഞങ്ങൾ കർത്താവേ നട്ടലോടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഈ സുവിശേഷ സത്യത്തിന് വേണ്ടി കർത്താവേ ആ ബാറ്റിൽ ഫീൽഡിൽ നിവർന്ന് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ കർത്താവേ ഒന്നുകൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ.